കേരള പുരസ്കാരം 2024 പുരസ്കാരമാണ്. അത് കേരള ജ്യോതി 2024 കേരള ജ്യോതി എം കെ സാനുവിനാണ് കേരള ജ്യോതി കിട്ടിയത്. കേരള പ്രഭ എസ് സോമനാഥ്, പി ഭുവനേശ്വരി. അപ്പോൾ കേരള പ്രഭ എസ് സോമനാഥിനും പി ഭുവനേശ്വരിക്കുമാണ്. സോമനാഥ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, പി ഭുവനേശ്വരി കൃഷിക്കുമാണ്. അപ്പോൾ കേരള ജ്യോതി പ്രൊഫസർ എം കെ സാനുവിനാണ്. എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. അപ്പം കേരള പ്രഭ എസ് സോമനാഥും പി ഭുവനേശ്വരിയും. കേരള ശ്രീ 6 പേർക്കാണ് കിട്ടിയത്. ബി കെ മാത്യൂസ് വാണിജ്യം, ഷൈജു ബേബി സാമൂഹ്യ സേവനം, ടി കെ ജയകുമാർ ആരോഗ്യം, കലാമണ്ഡലം വിമല മേനോൻ കല, സഞ്ജു വി സംസൺ കായികം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫ്. അപ്പോൾ വി കെ മാത്യൂസ് വാണിജ്യം, ഷൈജു ബേബി സാമൂഹ്യ സേവനം, ടി കെ ജയകുമാർ ആരോഗ്യം, കലാമണ്ഡലം വിമല മേനോൻ കല, സഞ്ജു വി സംസൺ കായികം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫ്. അപ്പോൾ കേരള ജ്യോതി കിട്ടിയിരിക്കുന്നത് എം കെ സാനുവിന്, കേരള പ്രഭ എസ് സോമനാഥും പി ഭുവനേശ്വരിയാണ്. കേരള ശ്രീ 6 പേർക്ക്. അടുത്തതെന്ന് പറയുന്നത് വയലാർ അവാർഡാണ്. 2024 48ാം പുരസ്കാരത്തിന് അർഹയായത് അശോകൻ ചരുവിൽ, നോബൽ, കാട്ടൂർക്കടവ്. അപ്പോൾ 2024 വയലാർ അവാർഡ് 48ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? അശോകൻ ചരുവിലാണ്. നോബൽ കാട്ടൂർക്കടവ്. അപ്പോൾ അശോകൻ ചരുവിൽ ആരാണ്? കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാനാണ് അശോകൻ ചരുവിൽ. 2024 വയലാർ അവാർഡ് 48ാമത് വയലാർ അവാർഡ് നേടിയത് അശോകൻ ചരുവിൽ, നോവൽ, കാട്ടൂർക്കടവ്. 2023 നേടിയത് ശ്രീകുമാരൻ തമ്പി, ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. 2022 എസ് ഹരീഷാണ്. ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജന അഗ്നിസാക്ഷി. വയലാർ അവാർഡിന് ലഭിക്കുന്ന തുക 1,00,000 മാതൃഭൂമി പുരസ്കാരം 2024 മാതൃഭൂമി പുരസ്കാരം സാറാ ജോസഫ്. പത്മപ്രഭ പുരസ്കാരം 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ്. 2024 റഫീഖ് അഹമ്മദ്. ജ്ഞാനപ്പാന പുരസ്കാരം 2025 നേടിയത് കെ പി ശങ്കരൻ. ജ്ഞാനപ്പാന അവാർഡ് 2025 കെ പി ശങ്കരൻ. അപ്പോൾ വയലാർ അവാർഡ് 2024 48ാമത് അശോകൻ ചരുവിൽ, നോവൽ, കാട്ടൂർക്കടവ്. 2023 ശ്രീകുമാരൻ തമ്പി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 സാറാ ജോസഫ്. പത്മപ്രഭ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്. ജ്ഞാനപ്പാന പുരസ്കാരം 2025 കെ പി ശങ്കരൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓടക്കുഴൽ അവാർഡാണ്. എഴുത്തച്ഛൻ അവാർഡാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 നേടിയത് NS മാധവൻ. 2023 SK വസന്തൻ. 2024 NS മാധവനാണ്. 2023 SK വസന്തനാണ്. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മ.